ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് വേൾഡ്. ഇന്ന് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി വെക്കുന്നത് നോക്കാം. നമുക്ക് ഇഞ്ചിയുടെ തോടും വെളുത്തുള്ളിയുടെ തോടും ഈസി ആയിട്ട് നമുക്കത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മാറ്റി എടുക്കാമെന്ന് നോക്കണം. അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമ്മുടെ കറികൾക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. നമുക്ക് അതുപോലെ ഫ്രഷ് ആയിട്ട് നമുക്കിത് റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തയ്യാറാക്കി വെക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ വെളുത്തുള്ളി ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് അത് പെട്ടെന്ന് പൊളിച്ചെടുക്കണം. അതിൻ്റെ തോടൊക്കെ നീക്കി നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈസി ആയിട്ടൊരു മാർഗ്ഗം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 4 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ എടുക്കണം. ഇതുപോലെ നമുക്കെല്ലാം എടുക്കാം. ഇതുപോലെ അടർത്തി എടുത്തിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 20 മിനിറ്റ് ഇത് നമ്മൾ മാറ്റി വെക്കണം. 20 മിനിറ്റ് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഈ പാത്രത്തിനകത്ത് വെള്ളത്തിലിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി ഇങ്ങനെ തിരുമാം. അപ്പോൾ നമ്മളിങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോഴത്തേക്കും ഈ വെളുത്തുള്ളിയുടെ തോടെല്ലാം തന്നെ കുറേയൊക്കെ മാറിക്കിട്ടും. പിന്നെ നമുക്കിത് എടുത്ത് ക്ലീൻ ആക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആകും. നോക്കിക്കോണേ. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ വെള്ളത്തിലിട്ട് നമ്മളിപ്പോൾ 20, 25, 30 മിനിറ്റൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ വെച്ച് ഈസി ആയിട്ട് ഇത് നമുക്ക് തോട് നീക്കി വെച്ചിരുന്നാൽ നമുക്ക് കറികൾക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് നമുക്ക് പേസ്റ്റ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഇത് നമ്മൾ ക്ലീൻ ആക്കി വെച്ചു. ഇനി നമുക്കത് നമുക്കിതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ റെഡിയാക്കി എടുക്കണം. എടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എങ്ങനെയാണ് വീട്ടിൽ വയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കറികൾക്കൊക്കെ ആവശ്യത്തിന് നമുക്ക് ഈസി ആയിട്ട് ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോ കറിക്ക് അങ്ങനെയുള്ള കറികൾക്കെല്ലാം നമ്മൾ വെളുത്തുള്ളി എല്ലാ കറികൾക്കും നമ്മൾ ഒട്ടുമിക്ക കറികൾക്കെല്ലാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുണ്ടോ, തോടെല്ലാം പെട്ടെന്ന് കിട്ടി. അപ്പം തോട് നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് പെട്ടെന്ന് ഇളകി പോകുന്നത് തോടിൽ നിന്ന്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഇഞ്ചി എങ്ങനെയാണ് ഈസി ആയിട്ട് എടുക്കുന്നതെന്നും കൂടെ നോക്കാം. ഒരു പാത്രത്തിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇഞ്ചി ഇതുപോലെ ഞാനൊരു 10-20 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കും. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് ഇതിൻ്റെ തോട് നീക്കിയെടുക്കണം. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോട് നമ്മൾ പിന്നെ എടുത്ത് ചീകുമ്പോഴത്തേക്കും പൊക്കോളും. ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ തോട് നീക്കി കളയാൻ. കണ്ടോ, പെട്ടെന്ന് തന്നെ തോട് പോവും. അപ്പം നമുക്ക് നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി എല്ലാം തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, വെളുത്തുള്ളി എല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും റെഡിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറന്തോട് നീങ്ങി നമ്മൾ വെള്ളത്തിലിട്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറന്തോട് നീങ്ങി കിട്ടും. അപ്പം ഞാൻ ഇത് ഒരു 20 മിനിറ്റിന് കൂടുതൽ വെച്ചിരുന്നു. കാരണം അത് പെട്ടെന്ന് തന്നെ ഇത് തിരുമുമ്പം റെഡിയായി വരണമെങ്കിൽ 20 മിനിറ്റ് കൂടുതൽ വെക്കണം. അല്ലെങ്കിൽ തന്നെ 20 മിനിറ്റ് മതി. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഇട്ടിരുന്നാൽ കുറച്ചുകൂടെ ഈസി ആവും. അതുപോലെ തന്നെ ഞാൻ 20 മിനിറ്റ് വെച്ചിരുന്നതാണ് ഇഞ്ചി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ രണ്ടും തന്നെ ഞാൻ ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കി നമുക്ക് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നാൽ നമ്മുടെ എല്ലാ കറികൾക്കും ഒട്ടുമിക്ക എല്ലാ കറികൾക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് കറികൾക്കൊക്കെ എടുത്തിടാവുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്.
അപ്പം നമുക്ക് ഒരു മാസത്തേന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും നമ്മുടെ വീട്ടിൽ. ഒരു മാസത്തേന് റെഡിയാക്കി വെച്ചാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എത്രമാത്രം നമ്മൾ എടുക്കുന്നു അതുപോലെ ഇരിക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പാകമായിട്ട് തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അരയ്ക്കണം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അതിൻ്റെ കൂടെ നമ്മൾ അല്പം വിനാഗിരിയും കൂടെ ഒഴിക്കണം. നമ്മൾ ഇത് അരച്ച് വെക്കുമ്പോൾ വെള്ളം നനവൊന്നും ഉണ്ടായി അത് പൂപ്പൽ വന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. അപ്പം അല്പം വിനാഗിരി ഒഴിച്ച് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഈ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കാം. ഈസി ആയിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയാണ് ഞാനിത് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചത്. ഇനി നമുക്ക് ഇതും കൂടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വിനാഗിരി, ഇത്രയും മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതിനകത്തോട്ട് എടുത്തു വയ്ക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ റെഡിയാക്കി വെച്ചിരുന്നാലും നമുക്ക് കറികൾക്കൊക്കെ ഈസി ആയിട്ട് എടുത്ത് നമുക്ക് ഇടാവുന്നതാണ്. കണ്ടോ, ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മളിങ്ങനെയൊക്കെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അല്പം പോലും വെള്ളം തന്നെ ഉണ്ടാകാതെ നമ്മൾ ഇത് കഴുകി ഉണക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ എടുത്തേച്ച് ഈ ബോട്ടിലിൽ നമ്മളത് ഇട്ട് കോരിയിട്ട് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി ഈ ഭരണിയിൽ കോരിയിട്ട് വയ്ക്കാം. നമ്മുടെ എല്ലാ കറികൾക്കും, ഒട്ടുമിക്ക എല്ലാ കറികൾക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഭരണിയിലെല്ലാം കോരിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഇഞ്ചി പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ എത്ര ഈസി ആയിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. അത്ര നല്ല ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. ഇനി നമുക്ക് അടപ്പ് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.